ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കൂട്ടുകാരെ പറ്റി സംസാരിക്കാനാട്ടോ. അതായത് നല്ല കൂട്ടുകാരെ ജീവിതത്തിൽ സമ്പാദിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വൺ ഓഫ് ദ ഗോളാക്കിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം. അതായത് നമുക്കിപ്പോൾ ഇങ്ങനെ ഹസ്ബൻഡിനെ പിക്ക് ചെയ്യുന്ന പോലെ, മാട്രിമോണിയിൽ പിക്ക് ചെയ്യുന്ന പോലെ നമുക്ക് കൂട്ടുകാരെ പിക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അത് നമുക്ക് വന്നു ചേരേണ്ടതാണ്. പക്ഷേ നിങ്ങൾ അത്തരത്തിലുള്ള ഒരു സുഹൃത്തിനെയെങ്കിലും നിങ്ങൾ സമ്പാദിച്ചിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ. ഇപ്പം നിങ്ങൾക്ക് സന്തോഷമാവട്ടെ, സങ്കടമാവട്ടെ, ടെൻഷനാവട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഏത് ഇമോഷൻ ആണെങ്കിലും നിങ്ങൾക്ക് ഓടിച്ചെന്ന് അത് കൺവേ ചെയ്യാനായിട്ട്, എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരി നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് കുറേ ബന്ധുക്കൾ കാണും, ഫാമിലി സപ്പോർട്ട് കാണും, നല്ലൊരു പാർട്ട്ണർ കാണും. ഈവൻ ദോ നിങ്ങൾക്ക് ഒരു നല്ലൊരു കൂട്ടുകാരിയോ കൂട്ടുകാരനോ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അത് നിങ്ങൾക്ക് തരുന്ന ഇമോഷണൽ സപ്പോർട്ട് വളരെ വലുതാണ്. ഇപ്പോൾ ഫിനാൻഷ്യലി ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാരൻ വേണം എന്നല്ല ഞാൻ പറയുന്നത്. ഫിനാൻഷ്യലി അല്ലായിരിക്കും, നിങ്ങളിപ്പോൾ രണ്ട് രാജ്യത്തായിരിക്കും എങ്കിൽ പോലും എന്നും മെസ്സേജ് അയക്കുന്നവരാവില്ല, എന്നും ഫോൺ വിളിക്കുന്നവരാവില്ല. വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾക്കൊരാവശ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ നിങ്ങളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പറ്റുന്ന ഒരു കൂട്ടുകാരി, ഒരു കൂട്ടുകാരൻ, അല്ലെങ്കിൽ ഹായ് എന്നൊരു മെസ്സേജ് അയക്കുമ്പോഴേ മനസ്സിലാക്കുന്ന കൂട്ടുകാരുണ്ട്, നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്ന കൂട്ടുകാരുണ്ട്. അത്തരത്തിലുള്ള കൂട്ടുകാരെ ജീവിതത്തിൽ സമ്പാദിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ഒരു ലക്ഷ്യം. അതായത് അങ്ങനെയുള്ള ആൾക്കാർ ഭയങ്കര ഭാഗ്യവതികൾ, ഭാഗ്യവാന്മാരാണെന്ന് ഞാൻ പറയും. കാരണം നിങ്ങളുടെ വൺ ഓഫ് ദ സ്ട്രോങ് പില്ലറായിട്ട് അവർ എപ്പോഴും നിലനിൽക്കും. നിങ്ങൾക്ക് എന്ത് ആവശ്യം വന്നാലും നിങ്ങളെ അവർ സഹായിക്കും, നിങ്ങളുടെ കൂടെ നിൽക്കും. നിങ്ങളുടെ ഉയർച്ചകളിലും താഴ്ചകളിലും എല്ലാം നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു കൂട്ടുകാരൻ നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പോൾ നിങ്ങൾ കൂട്ടുകാരെ സെലക്ട് ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള കൂട്ടുകാരെ ചൂസ് ചെയ്യുക. നിങ്ങളുടെ എന്താ പറയുക, ഗുണങ്ങൾ മാത്രം അക്സെപ്റ്റ് ചെയ്യുന്ന കൂട്ടുകാരായിരിക്കരുത്. ഇപ്പോൾ ഞാനുൾപ്പെടെ എല്ലാവരും അല്ലേ പെർഫെക്റ്റ് അല്ല. നമുക്ക് നമ്മുടേതായ ഗുണങ്ങളും ദോഷങ്ങളും കുറവുകളും ഒക്കെ ഉണ്ട്. അതെല്ലാം ഞാനായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, ഞാനിങ്ങനെയാണ് പക്ഷേ അവളെൻ്റെ കൂട്ടുകാരിയാണെന്ന് പ്രൗഡ്ലി പറയുന്ന കൂട്ടുകാർ, അവരെയാണ് നമ്മളെപ്പോഴും കൂടെ നിർത്താനായിട്ട്. അപ്പം അത്തരത്തിലുള്ള കൂട്ടുകാരെ നമ്മൾ ബലമായി കൂടെ നിർത്തുക, ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക. എന്താ പറയുക, അവരായിട്ടുള്ള കോണ്ടാക്ട്സ് ഒരിക്കലും വിടാതിരിക്കുക. അതിപ്പോൾ നമ്മളും മറ്റുള്ളവർക്ക് നല്ലൊരു സുഹൃത്തായി മാറുക. നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യർക്ക് നമ്മളും നല്ലൊരു ഫ്രണ്ടായിട്ട് നിലനിൽക്കാൻ പറ്റുമെങ്കിൽ അതിപ്പരം വേറെ ഒന്നും നമുക്ക് മറ്റുള്ളവർക്ക് ചെയ്യാനായിട്ടില്ല. അപ്പോൾ നമ്മളും നല്ലൊരു സുഹൃത്തായി നിലനിൽക്കുക, നമുക്കും നല്ല സുഹൃത്തുക്കളെ സമ്പാദിക്കാൻ പറ്റുക എന്നുള്ളത് ജീവിതത്തിൽ ഒരു മോട്ടീവായിട്ട് എല്ലാവരും കാണേണ്ട ഒരു കാര്യമാണ്. അപ്പം നല്ല സുഹൃത്ത് ബന്ധങ്ങൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ, അതിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റട്ടെ. താങ്ക് യു.